അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ. ആദ്യം കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുതിരാൻ വെക്കാം. അപ്പം നമ്മൾ നന്നായി കഴുകി കുതിരാൻ വെച്ച പരിപ്പ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ജീരകം, ഉലുവ, പിന്നെ കുറച്ച് മുളക്, 5-8 മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണയൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് വേണ്ട സാമ്പാറിലേക്കുള്ള 2 തക്കാളി, 2 വഴുതിന, ഒരു കഷ്ണം ഇളവ, ഉരുളക്കിഴങ്ങ് 1, 3-4 വെണ്ടയ്ക്ക, 2 പച്ചമുളക്, തക്കാളി. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്തായാലും നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തത്. വഴുതിന, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, പച്ചമുളക്. ഇനി നമ്മൾ പരിപ്പ് വേവിക്കാൻ പോവുകയാണ്. ആ പരിപ്പ് വേവിക്കുന്നതിൽ ഒരു ചെറിയൊരു ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്കൊരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ അല്ലി പോക്കിയിട്ട് ചതച്ചിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ വേണ്ടത്. നമ്മൾ ആദ്യം പരിപ്പും പച്ചമുളകല്ല ഉള്ളിയും നമുക്ക് വേവിക്കാൻ വെക്കാം. അതിലേക്ക് കഷ്ണം കായത്തിൻ്റെ കഷ്ണം കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് കായം കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒരു 4 വിസിലടിയുന്നവരെ വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഉള്ളിയും കഷ്ണം കായവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇട്ട് പരിപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 4 വിസിലടിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ നാടൻ സ്റ്റൈലിലുള്ള സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത്. അതായത് മസാലകളൊന്നുമില്ല, മസാല ഇത് മാത്രമാണ്. അത് ഞാൻ തന്നെ വറുത്തിട്ട് പൊട്ടിച്ചിട്ടാണ് അതിനകത്ത് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജീരകം, ഉലുവ, മല്ലി, മുളക് ഇവ നന്നായിട്ട് ചീഞ്ചട്ടി ചൂടായതിനു ശേഷം എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അത് പൊടിച്ചിട്ട് വേണം ഇതിനകത്ത് ചേർക്കാൻ. ഞാനിപ്പോൾ കുറച്ച് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇവയെല്ലാം. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വേണം. നമ്മുടെ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലി, ജീരകം, ഉലുവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു കാരണവശാലും വെളിച്ചെണ്ണ സാധനങ്ങളൊന്നും ഒഴിക്കരുത്. ഇതിനകത്ത് തന്നെ കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നല്ലോണം ചൂടാവണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ സാമ്പാറിൻ്റെ. വേറെ മസാലകളൊന്നും കൂട്ടില്ല, നമ്മൾ ഇതന്നെ ഹോം മെയ്ഡ് മസാലയായിട്ട് ഉണ്ടാക്കുകയാണ്. മുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. വേറെ മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ 2 ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം.
തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വഴുതന വീണൊഴിച്ചിട്ടുണ്ട്. ഒന്ന് വാടിയാൽ മതി, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നമുക്ക് വഴുതന ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നേരത്തെ വെച്ച വെള്ളരി ഇട്ട് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക. അപ്പം നമ്മളെല്ലാ സാധനങ്ങളും ഇട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ എന്ത് സാധനം വെക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പുളിവെള്ളമായാലും മതി, കുഴപ്പമില്ല. ഇതൊന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അത് അടച്ച് വെച്ച് നന്നായി വേവിക്കട്ടെ. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കിടക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വേവട്ടെ. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മസാലക്കൂട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ മസാലക്കൂട്ട് അരച്ചെടുത്ത മസാലയാണ്, അത് ഒഴിച്ച് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി പുളി പിഴിഞ്ഞ് കൊടുക്കുകയാണ്. നമ്മൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് സാമ്പാർ ഇവിടെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില നന്നായി നേർമയിൽ കട്ട് ചെയ്ത് കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി വറവിട്ട് കൊടുക്കാം. വറവിടാൻ വേണ്ടി ചീഞ്ചട്ടി വെച്ചിട്ട് ചൂടാവട്ടെ. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 മുളക് അത് മുറിച്ചതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറാണ്. നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്, അതിൻ്റെ ചൂടുകൊണ്ട് ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സാമ്പാറാണ്. താങ്ക് യു. ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.